ഇന്ന് നമുക്ക് വെല്ലുവിളികളെ സ്വീകരിക്കാം. നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാം. ഓരോ തിരിച്ചടിയും ഗംഭീരമായ തിരിച്ചു വരവിനുള്ള സജ്ജീകരണമാക്കി മാറ്റാം. നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ വിശ്വസിക്കുക, വിവരങ്ങൾ ശേഖരിക്കുക, ആത്മവിശ്വാസത്തോടെ തീരുമാനങ്ങൾ എടുക്കുക. നമുക്ക് ഒരുമിച്ച് വിപണിയുടെ സങ്കീർണതകൾ കൈകാര്യം ചെയ്യാനും നമ്മുടെ വ്യാപാര ലക്ഷ്യങ്ങളെ നേടാനും കഴിയും. ഓർക്കുക, നല്ല രീതിയിൽ തയ്യാറെടുപ്പുള്ളവർക്കും അച്ചടക്കമുള്ളവർക്കും പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിവുള്ളവർക്കും മാത്രമാണ് വിപണി പ്രതിഫലം നൽകുക. ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ഇന്ന് 2024 മെയ് 30 വ്യാഴാഴ്ച നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറിയാണ്. സോ നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് എന്ന്. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും മൂവ്മെൻറ്റിലെ ഒരു ഡൈവേർജൻസ്, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കുള്ള ഒരു സിഗ്നൽ അത് കാണിക്കുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി മാർക്കറ്റിൽ ഒരു കൺസോളിഡേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്നത്തെ ഒരു ദിവസത്തെ ക്ലോസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി എങ്ങനെയാണ് യാത്ര എന്ന് തീരുമാനിക്കാൻ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഇന്നത്തെ ക്ലോസിങ് കൊണ്ട് നമ്മളോട് കൃത്യമായി പറഞ്ഞു തരും. സോ അതിനായി വെയിറ്റ് ചെയ്യുക. മൺസൂൺ, അതായത് കാലവർഷം കേരളത്തിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ശക്തമായ കാലവർഷം കേരളത്തിൽ മുഴുവനായിട്ടുണ്ടാകും, ആരംഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുമിൻസ് ഇന്ത്യയുടെ Q4 റിസൾട്ട് പുറത്തു വന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 50% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ ഹീതൽബർഗ് സിമെൻറ്റ് Q4 റിസൾട്ടിൽ പ്രോഫിറ്റ് 38% വർദ്ധിച്ചതായാണ് കാണിക്കുന്നത്. ലെമൺ ട്രീ, ഇത് ഞാൻ ഓൾറെഡി റിപ്പീറ്റ് ചെയ്യുന്നതാണ്, ഇന്നലെ വൈകുന്നേരം ഞാൻ വായിച്ച വാർത്ത തന്നെയാണ്. പക്ഷേ ലെമൺ ട്രീ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആകും. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്തു എന്ന് പരാതിപ്പെടാതിരിക്കുക ദയവായിട്ട്. ഞാൻ ഈ റിസൾട്ട് മാത്രമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ലെമൺ ട്രീ Q4 റിസൾട്ട് നെറ്റ് പ്രോഫിറ്റ് 42% വർദ്ധിച്ചിരിക്കുന്നു. ബാറ്റ ഇന്ത്യ Q4 റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 3% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ടാറ്റ സ്റ്റീൽ Q4 നെറ്റ് പ്രോഫിറ്റ് 64% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓപ്പറേഷൻസ് പ്രോഫിറ്റിൽ പോലും 5% ഇടിവ് ഉണ്ടായിട്ടുണ്ട്. ദെൻ ജൂബിലന്റ് ഫാർമോവ Q4 റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു. ദെൻ SJVN ഒരു റെയിൽവേ സ്റ്റോക്കാണ്. Q4 നെറ്റ് പ്രോഫിറ്റ് 2 മടങ്ങായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഈ ഒരു പ്രഭാതത്തിൽ ഞാൻ ശേഖരിച്ചു വെച്ചിരിക്കുന്ന വാർത്തകൾ. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകാം. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ US മാർക്കറ്റ് ക്ലിയർലി ബെയറിഷ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ദെൻ യൂറോപ്യൻ മാർക്കറ്റും വളരെ ബെയറിഷാണ്. മറ്റുള്ള എല്ലാ ഇൻഡെക്സുകളും ചൈനയുടെ ഷങ്കായ് കമ്പോസിറ്റ് ഒഴികെ ബാക്കിയെല്ലാം തന്നെ ക്ലിയർലി നല്ല രീതിയിൽ ബെയറിഷിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് 22,722 ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് 52 പോയിന്റ് ഗ്യാപ് ഡൗണിൽ 22,670 ഇന്നത്തെ ഡേ ഹൈ, ഇതുവരെയുള്ള ടൈമിനിടയിൽ വന്ന ഡേ ഹൈ എന്ന് പറയുന്നത് 22,673 ഡേ ലോ എന്നത് 22,650 അതായത് 52 പോയിന്റ് താഴെ പോയിട്ട് തിരിച്ച് ആ ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ അടുത്ത് പോലും എത്താൻ സാധിച്ചിട്ടില്ല. വീണെടുത്തുനിന്ന് താഴോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ ഇപ്പോൾ കറൻ്റ്ലി ട്രേഡിംഗ് നടക്കുന്നത് 22,664 അതായത് ഓപ്പണായ സ്ഥലത്ത് നിന്ന് 6 പോയിന്റ് താഴെയായിട്ടാണ്. മൊത്തത്തിൽ ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് 58 പോയിന്റ് താഴെയായിട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇന്ത്യൻ മാർക്കറ്റിലും ഇതേ രീതിയിലൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ തോന്നുന്നു. ദെൻ ഇന്ന് ഗ്ലോബൽ ഈവൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ USA പെൻഡിങ് ഹോം സെയിൽസ് ഇയർ ഓൺ ഇയർ, കാനഡ കറന്റ് അക്കൗണ്ട്, USA ഗുഡ്സ് ട്രേഡ് ബാലൻസ്, USA GDP ഗ്രോത്ത്, USA കോർപ്പറേറ്റ് പ്രോഫിറ്റ്സ്, USA GDP പ്രൈസ് ഇൻഡെക്സ്, USA ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ്, മെക്സിക്കോ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, യൂറോ ഏരിയ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, യൂറോ ഏരിയ എക്കണോമിക് സെന്റിമെന്റ്, ദെൻ USA API ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച്. ഇത്രയും ഈവൻറ്റുകളാണ് ഇന്ന് വരാനുള്ളത്. ദെൻ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യാനുള്ള 300ഓളം കമ്പനീസ് ഉണ്ട്. അപ്പോൾ അദ്വൈത് ഇൻഫ്രാടെക് ലിമിറ്റഡ്, ആൽഗോ ക്വാന്റ് ഫിൻടെക്, അഫോർഡബിൾ റോബോട്ടിക് ഓട്ടോമേഷൻ, അജന്ത സോയ, ആർടെക്സ്, സൊലോണിക്സ്, ആഷ്ക ഹോസ്പിറ്റൽസ്, ആക്റ്റീവ് ക്ലോത്തിങ് കമ്പനി ലിമിറ്റഡ്,
RR Drugs and Pharmaceuticals, Alco Sign, AK Spintex, AA Plus TradeLink, Alpha Vision Securities and Finance, Advanced Lifestyle, Alpha ICA India Limited, Amcol Tools, Agile. ഇത്രയും കമ്പനികൾ മാത്രമാണ് എനിക്കിവിടെ ലിസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ള. ഏകദേശം 300ഓളം കമ്പനീസ് ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യാനുണ്ട്. FNO ബാനിൽ വന്നിരിക്കുന്നത് ABFRL, ആദിത്യ ബിർള ഫാഷൻസ്, GMR ഇൻഫ്ര, ഹിന്ദ് കോപ്പർ, ഐഡിയ, ഇത്തരം സ്റ്റോക്കുകളാണ് മാത്രമാണ് ഇന്ന് FNO ബാനിലുള്ളത്. ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 14,162 കോടിയുടെ ബൈങ്ങും 20,003 കോടിയുടെ സെല്ലിംഗും നടത്തിയത് വഴി 5,841 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 12,954 കോടിയുടെ ബൈങ്ങും 7,720 കോടിയുടെ സെല്ലിംഗും നടത്തിയത് വഴി 5,233 കോടിയുടെ ബൈങ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. മൊത്തത്തിൽ 608 കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇന്നലെ നടന്നത്. മാസത്തെ മൊത്തത്തിൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇതുവരെ 9,408 കോടി രൂപയുടെ ബൈങ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സൈഡിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ദെൻ ഇന്നലത്തെ മാർക്കറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നിഫ്റ്റി 22,763 ഓപ്പണായിട്ട് 22,705 ക്ലോസ് ചെയ്തു. 58 പോയിന്റ് നഷ്ടമാണ് ഇന്നലെ ഉണ്ടാക്കിയത്. കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ റിവേഴ്സലാണ് സൂചിപ്പിക്കുന്നത്. 5 ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ 300 പോയിന്റിൻ്റെ അഥവാ 1.34% ഒരു മൂവ്മെൻ്റ് ആണ് കിട്ടിയത്. മന്ത്ലി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 137 പോയിന്റിൻ്റെ 0.61% ഒരു മൂവ്മെൻ്റ് ആണ് നിഫ്റ്റിയിൽ കിട്ടിയിരിക്കുന്നത്. ഇന്നലെ നിഫ്റ്റിയിൽ നോർമൽ CPR ആയിരുന്നു, അതുപോലെ വിർജിൻ CPR ആയിരുന്നു. ഇന്ന് നോർമൽ CPR ആണ്. പക്ഷേ ഇന്നലത്തെ വിർജിൻ CPRൻ്റെ ഒരു എഫക്റ്റ് എന്തെങ്കിലുമൊക്കെ മാർക്കറ്റിൽ കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ത്യ വിക്സ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 24.18 ഹൈ വിക്സ് ആണ്. വളരെ കെയർഫുള്ളായിട്ട് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർ കെയർഫുള്ളായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ദെൻ പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ 0.65 ആണ് വന്നിരിക്കുന്നത്. സോ ബെയറിഷ് മൂവ്മെൻ്റ് ആണ് സൂചിപ്പിക്കുന്നത്. ക്ലിയർലി ബെയറിഷ് ആണ്. സോ കോൾ ഓപ്ഷൻ ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിരിക്കുന്നത് 23,000 1,51,00,000. ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് 22,500 92 ലക്ഷം മാത്രമേ ഉള്ളൂ. മറ്റ് ഇൻഡെക്സുകളെല്ലാം തന്നെ ഇന്നലെ ബെയറിഷ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. സോ നമുക്ക് ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആണ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക എന്ന് നോക്കാം. എക്സ്പയറി ഡേയിൽ ഇവിടെ ഇന്നലെ മന്ത്ലി ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് ഏകദേശം വന്നിട്ട് ഒരു മൂവിങ് ആവറേജിൽ സപ്പോർട്ട് 22,500 സപ്പോർട്ട് എടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി ഇൻ കേസ് ഇവിടെ 2 സാധ്യതകളുണ്ട്. നോർമലി മന്ത്ലി ഹൈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ അത് മുകളിലോട്ട് തന്നെ കയറി വരുന്ന ഒരു സ്വഭാവം കാണിക്കാറുണ്ട്. സോ ഈ സാധ്യത നിങ്ങൾ തള്ളിക്കളയരുത്. ഇവിടുന്ന് ഒരു ഗ്രീൻ ക്യാൻഡിലും മുകളിലോട്ട് ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്നും ഒരു ഗ്രീൻ ക്യാൻഡിൽ മുകളിലോട്ട് കയറി വരുന്ന ഒരവസ്ഥ തള്ളിക്കളയരുത്. ചിലപ്പോൾ അവിടെ അങ്ങനെ ഒരു സാധ്യത ഉണ്ടാവായേക്കാം. അല്ലെങ്കിൽ പ്രോപ്പർലി ഇപ്പോൾ കാണുന്ന ഈ സിഗ്നൽ പോലെ പോവുകയാണെങ്കിൽ 22,500 വരെയുള്ള ഒരു ക്യാൻഡിലായിരിക്കും, ഒരു റെഡ് ക്യാൻഡിലായിരിക്കും ഇന്ന് ഫോം ചെയ്യുക. 22,500 താഴെ പോകുന്നുള്ളത് എനിക്കങ്ങനെ തോന്നുന്നില്ല. പോകുന്നുള്ളത് എൻ്റെ മനസ്സിൽ തോന്നിയതുകൊണ്ട് പോകാണ്ടിരിക്കണം എന്നൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ പോയേക്കാം. ഓക്കെ, നമുക്കൊരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ഒരു ഇത് നോക്കുകയാണെങ്കിൽ, ഇൻട്രാഡേയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നലെ കാര്യമായ മൂവ്മെൻറ്റ് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് പകരം ഇന്ന് കുറച്ച് ഹെവി ആയ മൂവ്മെൻറ്റ് തരും എന്നാണ് റാസ്ലെവിൽസ് നമ്മളോട് പറയുന്നത്. അതായത് ഇന്നലത്തെ ഡേ ഹൈ 22,825 ആണ്. അവിടെ നിന്ന് 22,990 അതായത് 23,000 അടുത്ത് വരെ ചിലപ്പോൾ പോയേക്കാം ഹയർ സൈഡിൽ. ലോവർ സൈഡിലേക്ക് വരികയാണെങ്കിൽ 22,417 വരെ വീണേക്കാം. ഏതെങ്കിലും ഒന്ന് ടച്ച് ചെയ്യും. 2 ടച്ച് ചെയ്യുന്ന നിഫ്റ്റി ടച്ച് ചെയ്യുന്ന ചിന്തിക്കരുത്. കാരണം അത്ര ഹെവി മൂവ്മെൻറ്റ് 500 പോയിന്റ് ഒന്നും ഒരു ദിവസം നിഫ്റ്റി മൂവ് ചെയ്യാറ്. 600 പോയിന്റ് ഇത് 2 ടച്ച് ചെയ്യാൻ 600 പോയിന്റിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. അത്രയും നിഫ്റ്റി നോർമലി പോകാറില്ല. സോ അതൊരു വെറും വ്യാമോഹം മാത്രമാവും. ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് കിട്ടും, ഒന്നുകിൽ ഹയർ സൈഡിലേക്ക് അല്ലെങ്കിൽ ലോവർ സൈഡിലേക്ക്. റൈറ്റ്. അപ്പോൾ ഇനി നിഫ്റ്റിയുടെ ഓപ്പണിങ്ങും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ ബെയറിഷ് മൂവ്മെൻ്റ് ആണ് റാസ്ലെവൽസും നോട്ട്രേഡ് സോണും തമ്മിലുള്ള കോമ്പിനേഷൻ പറയുന്നത്. ദെൻ ഇവിടെ ഒരു സേഫ് ട്രേഡിംഗ് സോൺ എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ ഒഴിവാക്കേണ്ട നോട്ട്രേഡ് സോൺ എന്ന് പറയുന്നത് അപ്പർ CPR മുതൽ അല്ലെങ്കിൽ 22,755 മുതൽ 22,685 വരെയുള്ള ഒരു 70 പോയിന്റിന്റെ ഈ ഒരു സോൺ എൻട്രി എടുക്കാതെ വിട്ടേക്കുക. ഇവിടെ ഈ ഒരു സോണിൽ ട്രേഡ് ചെയ്യണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് തലകുത്തി മറിയാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു സോണാണ് ഈ 22,755-ൻ്റെയും 685-ൻ്റെയും ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ്. സോ അതങ്ങോട്ട് വിട്ടേക്കുക. ദെൻ നെക്സ്റ്റ് വരുന്നതിന് ഹയർ സൈഡിലേക്കാണ് കയറി പോകുന്നത്. അപ്പോൾ ഈ സോൺ നമ്മൾ ഇവിടെ വിട്ടു. ഇത് നമ്മൾ എൻട്രി എടുക്കുന്നില്ല ഈ സോണിൽ.
ഓക്കെ, ഇനി ഇവിടെ ഒരു റെസിസ്റ്റൻസിന് ഒരു സോൺ ഫോം ചെയ്തിട്ടുണ്ട്. സോ 22,843-ൻ്റെയും 823-ൻ്റെയും ഇടയിൽ ഒരു 20 പോയിന്റിൻ്റെ ഒരു സോൺ വന്നിട്ടുണ്ട്. 800 ലെവലിലേക്ക് മാർക്കറ്റ് കയറി വന്നാൽ ഇവിടെ കൺസോളിഡേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നോർമലി അവിടെ നിന്നൊരു ട്രെൻഡ് റിവേഴ്സൽ പോലും നടക്കാറുണ്ട്. സോ അത് നോക്കുക, അത് ആ ഒരു സോണിൽ എത്തുമ്പോൾ അവിടെ നിന്ന് റിവേഴ്സൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ ഉറപ്പാക്കുക. ഇന്നത്തെ ഡേ ഹൈ വരാൻ സാധ്യതയുള്ളത് 22,992 ആണ്. റെയർ കേസിൽ അത് കിട്ടിയേക്കാം, ഉറപ്പൊന്നും പ്രതീക്ഷിച്ച് നിൽക്കേണ്ട. മാർക്കറ്റ് ബെയറിഷ് മോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇന്നത്തത് ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ ബെയറിഷ് മൂവ്മെൻ്റ് ആണ്. റെയർ കേസിൽ മാർക്കറ്റ് മുകളിലോട്ട് കയറിയാലുള്ള അവസ്ഥയിൽ ഞാൻ ആ സിഗ്നൽസ് പറഞ്ഞു. ഇനി താഴോട്ട് മാർക്കറ്റ് ഇവിടെ ഓപ്പണായിട്ട് ഫർദർ ഫോൾ വരികയാണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് റാസ് ലെവൽസിൻ്റെ 3 ലെവൽസ് ഉണ്ട് എന്നല്ലാതെ വേറെ അങ്ങനെ ഒരു സോൺ ഫോർമേഷൻ എവിടെയും വന്നിട്ടില്ല. സോ ഈ 22,685-ൻ്റെ താഴോട്ട് മാർക്കറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ റാസ് ലെവൽസ് മാത്രം ഒരു സപ്പോർട്ടായിട്ട് നിൽക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 22,470 ഒരു വിക്ക് വന്ന് ടച്ച് ചെയ്തിട്ട് 22,500-ൻ്റെ ലെവലുണ്ടല്ലോ, 22,500 എന്ന ആ ഒരു ലെവലിൻ്റെ മുകളിലായിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം 22,500 കട്ട് ചെയ്ത് പോകണമെങ്കിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സോണാണ്. അപ്പോൾ നോർമലി ഏതൊരു ആളും അവിടെ വെച്ചിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആകും എന്ന് കരുതിയിട്ട് അവരുടെ പൊസിഷൻസ് സ്ക്വയർ ഓഫ് ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടാവും. സോ 22,500 പ്രതീക്ഷിക്കാം നമുക്ക് അതിൻ്റെ താഴോട്ട് പോകില്ല എന്ന്. എങ്കിൽ കൂടി ഈവൻ ഫ്ലാറ്റ് ഓപ്പണിംഗ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി കാണിച്ചത് നല്ല രീതിയിലുള്ള ബെയറിഷ് ഓപ്പണിംഗ് ആണ്, ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 22,647 റേഞ്ചിലൊക്കെ ഒരു ഓപ്പണിങ് കിട്ടുകയാണെങ്കിൽ, ഈവൻ ആ ഒരു 50 പോയിന്റ് താഴെ ഒരു ഓപ്പണിങ് കിട്ടുകയാണെങ്കിൽ 705-ലാണുള്ളത്. അപ്പോൾ ഒരു 50 പോയിന്റ് താഴെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ് കിട്ടുകയാണെങ്കിൽ ഫർദർ താഴോട്ട് പോയിട്ട് 22,500 ലെവലിൽ നിന്ന് തിരിച്ച് ഒരു റിവേഴ്സൽ വരാനുള്ള ഒരു കൺസോൾട്ടേഷനിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാണിച്ചു വരുന്ന ഒരു ട്രെൻഡ് കൂടിയാണെന്നുള്ള ഓർമ്മിക്കുക. മോർണിംഗിൽ 11 മണിക്ക് മുമ്പ് ട്രേഡിംഗ് അവസാനിപ്പിക്കുന്നതാണ് ബെസ്റ്റ്. കാരണം ആ സമയത്താണ് മൂവ്മെൻ്റ് ഉള്ളത്. ആഫ്റ്റർനൂൺ സെഷനിൽ മൂവ്മെൻറ്റ് കുറവാണ്. ആഫ്റ്റർനൂൺ സെഷനിൽ കിട്ടുന്ന മൂവ്മെൻറ്റ് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും, പക്ഷേ ചെറിയ മൂവ്മെൻറ്റ് മാത്രമേ കിട്ടുന്നു. രാവിലെയാണ് നല്ല രീതിയിൽ മൂവ്മെൻറ്റ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ എല്ലാവരും പോയി രാവിലെ ട്രേഡ് ചെയ്യണം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്, നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടേതായ രീതിയിൽ അനലൈസ് ചെയ്തിട്ട് തന്നെ അതിൽ മുന്നോട്ട് പോവുക. അപ്പോൾ 22,500 വരെ മാർക്കറ്റ് ഇറങ്ങും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 22,470 ലോവർ സൈഡിൽ അവിടെ വരെ പോയിട്ട് 500-ൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്, മന്ത്ലി എക്സ്പയറി ആണ്. അപ്പോൾ നാളെ വെള്ളിയാഴ്ച മാസാവസാനമാണ്. സോ നോക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആകട്ടെ. നമുക്ക് തുടക്കത്തിൽ പറഞ്ഞ അതേ മെസ്സേജിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചു വരികയാണ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് ഇന്ന് വെല്ലുവിളികളെ സ്വീകരിക്കാം, നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും പഠിക്കാം. ഓരോ തിരിച്ചടിയും ഗംഭീരമായ തിരിച്ചുവരവുള്ള സജ്ജീകരണമാക്കി മാറ്റാം. നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ വിശ്വസിക്കുക, നിങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കുക, ന്യൂസ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുക, നല്ല ധൈര്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കുക. നമുക്ക് ഒരുമിച്ച് വിപണിയുടെ സങ്കീർണതകൾ കൈകാര്യം ചെയ്യാനും നമ്മളെ ട്രേഡിങ്ങിൻ്റെ ലക്ഷ്യങ്ങൾ നേടാനും കഴിയും. പ്രോഫിറ്റബിൾ ആവാൻ നമുക്ക് സാധിക്കും. ഒരിക്കലും സാധിക്കാത്ത കാര്യമല്ല. ഓർക്ക് നല്ല രീതിയിൽ, നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു തയ്യാറെടുപ്പുള്ളവർക്കും അച്ചടക്കമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സിസ്റ്റമാറ്റിക് ആയിരിക്കണം നിങ്ങൾ. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിവുള്ളവർക്ക്, അതായത് റിസ്ക് മാനേജ്മെൻറ്റിന് കഴിവുള്ളവർക്ക്, അവർക്കൊക്കെയാണ് മാർക്കറ്റ് അതിൻ്റെ റിട്ടേൺ കൊടുക്കുക. സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഇന്ന് അടിപൊളി പ്രോഫിറ്റ് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.